നമസ്കാരം. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ജി സുധാകരനെ പിണറായി വിജയൻ ചെറ്റ എന്ന് വിളിക്കാതെ വിളിച്ചു. ജി സുധാകരൻ കാണിച്ചത് ചെറ്റത്തരമാണെന്ന് പിണറായി വിജയൻ ഒരു ഭാവഭേദവുമില്ലാതെ ഈ മീഡിയയ്ക്ക് മുന്നിലിരുന്നു പറഞ്ഞായിരുന്നു. അത് നോക്കിയാൽ കാണേണ്ടത് ജി സുധാകരൻ എത്ര വലിയ ചെറ്റത്തരമാണ് കാണിച്ചത് എന്നാണ്. അതിനെ ന്യായീകരിച്ചുകൊണ്ട് AK ബാലൻ പിന്നാലെ എത്തി. ചെറ്റത്തരം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്ന് മലയാളം നിഘണ്ടു വരെ എടുത്തുകൊണ്ട് കയ്യിൽ വെച്ചുകൊണ്ട് കൂടുതൽ വിശദീകരിച്ചു. ചെറ്റത്തരം, അല്പത്വം, അല്പത്തരം എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അതുകൊണ്ട് ചെറ്റത്തരം എന്ന് പറഞ്ഞാൽ അതൊരു തെറിയായിട്ടൊന്നും കണക്കാക്കേണ്ട, വലിയ മോശം വാക്കൊന്നുമല്ല എന്ന് അവർ ഔദ്യോഗികമായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു. അവരുടെ പാർട്ടി ക്ലാസ്സുകളിലും അത് കൈമാറിയിട്ടുണ്ടാകാം, അത് പ്രഖ്യാപിച്ചിട്ടുണ്ടാകാം. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ചെറ്റയെന്ന് വിളിക്കാം, ചെറ്റത്തരം എന്ന വാക്ക് ഉപയോഗിക്കാം, ഡാഷ് മോനെ എന്ന് വിളിക്കാം, പരനാറി എന്ന് വിളിക്കാം, നികൃഷ്ട ജീവി എന്ന് വിളിക്കാം. ഈ തുടങ്ങിയ വാക്കുകളൊക്കെ ഡിക്ഷണറിയിൽ ഉള്ളതാണ്, പ്രശ്നമൊന്നുമില്ല എന്ന് സഖാക്കളെ, ഡിഫി കുഞ്ഞുങ്ങളെയും SFI കുഞ്ഞുങ്ങളെയും ഒക്കെ ഇവർ പഠിപ്പിച്ച് വിട്ടിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ ഒരു ബലത്തിലായിരിക്കാം കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ DYFI നടത്തിയ ഒരു മാർച്ചിൽ ഒരു DYFI നേതാവ്, മുതിർന്ന ഒരു DYFI നേതാവ് നമ്മുടെ മുഖ്യമന്ത്രിയെ ചെറ്റ എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. തെറ്റായ ധാരണയ്ക്കുടമയായ ഇത്ര നെറികെട്ട ചെറ്റയായ ഒരു മന്ത്രിയാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളത്തിൽ അധികാരത്തിൽ. ചെറ്റയാണ് മുഖ്യമന്ത്രി, ഒരു ചെറ്റയാണ്, നെറുകെട്ടവനാണ് എന്നാണ് അയാൾ പറഞ്ഞത്. അതിന് മൂകസാക്ഷിയായിട്ട് അടുത്ത് മുൻ കുഞ്ഞാവയും ഒക്കെ നിൽപ്പുണ്ടായിരുന്നു. അവരാരും അത് തടയാൻ ശ്രമിച്ചില്ല. കാരണം അവരുടെയൊക്കെ ഡിക്ഷണറിയിൽ ഒരു സ്വാഭാവിക പദമായി ചെറ്റ എന്ന വാക്ക് മാറിക്കഴിഞ്ഞു. നമുക്കതിനെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ ഇതിന് പിന്നാലെ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. മാധ്യമങ്ങളിലൂടെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. കാരണം ഇവരിതൊരു പതിവാക്കിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ എങ്ങനെ അഭിസംബോധന ചെയ്യണമെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ. കാര്യം പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ട ആരും പിണറായി വിജയനെ ഇതുവരെ ചെറ്റ എന്ന് വിളിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അയാൾ പോലും അംഗീകരിച്ച ആ വാക്കാണെങ്കിൽ പോലും അയാളെ എങ്ങനെ വിളിച്ച് നമ്മൾ കേട്ടിട്ടില്ല. പരമാവധി പ്രതിപക്ഷ മര്യാദയോടുകൂടി തന്നെയാണ് കോൺഗ്രസ്സുകാരാണെങ്കിലും BJPക്കാരൊക്കെ ആണെങ്കിലും ഈ പിണറായി വിജയനെ അഭിസംബോധന ചെയ്തിട്ടുള്ളതും പുള്ളിയെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതും. പക്ഷേ ആ ഒരു പ്രതിപക്ഷ ബഹുമാനം നിലനിർത്തുന്ന കാര്യത്തിൽ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പരാജയപ്പെടുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ നേതാക്കൾ അണികൾക്ക് കൊടുക്കുന്ന ഒരു മാതൃകയാണിത്. പ്രതിപക്ഷ ബഹുമാനം ഒരിക്കലും കാണിക്കേണ്ട എന്നുള്ളത്. ആ ഒരു ചിന്ത, ആ ഒരു രീതി ഇവിടെ നിന്ന് മാറണം. കൃത്യമായിട്ടുള്ള നിയമ നടപടി ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ആ അർജുൻ ആയങ്കി അറസ്റ്റിലായിട്ടുണ്ട്. അവനെതിരെ 23 പോലീസ് കേസുകളാണ്, ക്രിമിനൽ കേസുകളാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത്രയും വലിയ ക്രിമിനൽ ആയിട്ടുള്ള അർജുൻ ആയങ്കി എന്ത് ധൈര്യത്തിന്റെ പുറത്താണ് എത്ര വീഡിയോകൾ ഇറക്കി ഒളിവിലിരുന്നുകൊണ്ട് ആഭ്യന്തര മന്ത്രിയെ വെല്ലുവിളിച്ചു, പോലീസ് ഉദ്യോഗസ്ഥരെ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ഓരോരുത്തരെയും പേരെടുത്ത് അധിക്ഷേപിച്ചു, അവഹേളിച്ചു, വെല്ലുവിളിച്ചു. അപ്പോഴൊക്കെ നമ്മൾക്കൊരു നാണക്കേട് തോന്നി. ഇന്നലെ രാത്രി വരെ ഒരു നാണക്കേടാണ് തോന്നിയത്. എന്തുകൊണ്ട് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഇതിനേക്കാൾ എത്രയോ പ്രമാദമായിട്ടുള്ള കേസുകൾ തെളിയിച്ചിട്ടുണ്ട്, എത്രയോ പേരെ പിടികൂടിയിട്ടുണ്ട് മണിക്കൂറുകൾ കൊണ്ട്. എന്തുകൊണ്ട് ഇവനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നൊരു വിഷമമുണ്ടായിരുന്നു. പിന്നീട് അതിൻ്റെ ഒരു മനഃശാസ്ത്രം മനസ്സിലായി. ഞായറാഴ്ച ദിവസം ഇവനെ കൈ കിട്ടുന്ന രീതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തതായിരിക്കും എന്നൊരു നിഗമനത്തിലാണ് ഞാനിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം കുറച്ചു നേരം സദ്യ വിളമ്പാൻ കണക്കിന് പോലീസുകാരുടെ കയ്യിൽ അവനെ കിട്ടണം എന്നുള്ളതായിരിക്കാം പോലീസുകാരുടെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നത്. എന്താണെങ്കിലും അവനെ കിട്ടിയിട്ടുണ്ട്. കസ്റ്റഡിയിൽ എടുത്ത് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയ സമയത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചു എന്തിനാണ് വെല്ലുവിളിച്ചത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇയാളോട് ചോദിച്ചപ്പോൾ കാണാതായ മത്സ്യത്തൊഴിലാളികളെ കിട്ടിയോ എന്നാണ് ഇയാൾ പരിഹസിച്ചുകൊണ്ട് തിരിച്ചു ചോദിച്ചത്. ഇയാൾക്കൊക്കെ ഒരു ചിന്തയുണ്ട്, എന്ത് തോന്നിയാസം കാണിച്ചാലും ജാമ്യം കിട്ടും, ജാമ്യത്തിൽ ഇറങ്ങാൻ സാധിക്കും, അല്ലാത്ത തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് ഇത്തരം ക്രിമിനലുകൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഈ വിചാരം അങ്ങ് ഇല്ലാതാക്കണമെങ്കിൽ ഇവിടുത്തെ നിയമവ്യവസ്ഥ തന്നെ വിചാരിക്കണം. നിയമത്തെ വെല്ലുവിളിക്കുന്ന ആളുകളെ എങ്കിലും ചുരുങ്ങിയ പക്ഷം മര്യാദ പഠിപ്പിക്കാനുള്ള നിയമം ഇവിടെ ഉണ്ടായേ തീരൂ. പിന്നെ ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് പോകാം. ഇന്നലെ DYFI മാർച്ച് നടത്തിയത് എന്തിനാണ്? സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവിടെ ആ ഒരു സമരം നടന്നത്. ആ ഒരു സമരത്തിനിടയ്ക്കാണ് മുഖ്യമന്ത്രിയെ ചെറ്റ എന്ന് വ്യക്തമായിട്ട് അയാൾ വിളിച്ചത്. ചെറ്റ എന്ന് വിളിക്കാൻ കാരണമായിട്ട് എന്താ അയാൾ പറഞ്ഞതെന്നറിയാമോ? ആരും ചിരിക്കരുത്. ഇവരുടെയൊക്കെ മനസ്സിൽ കിടക്കുന്ന വർഗീയത എത്രത്തോളമാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. മുഖ്യമന്ത്രി ഈ മത്സ്യബന്ധന തൊഴിലാളികളൊക്കെ പരമാവധി പേരും ക്രിസ്ത്യാനികളായതുകൊണ്ട് 2 ക്രിസ്ത്യാനികളായിട്ടുള്ള മന്ത്രിമാരെ അവരുടെ അടുത്തേക്ക് അയച്ചു സംസാരിക്കാൻ വേണ്ടി. ഫിഷറീസ് മന്ത്രി ഒരു മുസ്ലിം ആയതുകൊണ്ട്, വേറൊരു മതത്തിൽപ്പെട്ട ആളായതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങോട്ട് വിടാതെ 2 ക്രിസ്ത്യാനികളെ മനഃപൂർവ്വം പറഞ്ഞു വിട്ടു. അത്ര നെറുകെട്ടവനാണ്, ചെറ്റയാണ് മുഖ്യമന്ത്രി എന്നാണ് ആ DYFI നേതാവ് പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ചിന്തയിൽ പോലും വരാത്ത ആ ഒരു കാര്യം ഇയാൾ പറയണമെങ്കിൽ ഇവരുടെ മനസ്സിലുള്ള വർഗീയ ചിന്ത എത്രത്തോളമാണ്? അതിനർത്ഥം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഇങ്ങനെ ജാതിയും മതവും വർഗവും വർണ്ണവും ഒക്കെ നോക്കിയാണ് ഓരോ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരുന്നത്, ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നതല്ലേ
ആ ഒരു ഓർമ്മ വെച്ചാണ്, ആ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലായിരിക്കും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളെ ഇവർ വിലയിരുത്തുന്നത്. എന്താണെങ്കിലും ഇനി ഒരിക്കൽ കൂടി അങ്ങനെ പ്രതിപക്ഷ ബഹുമാനമില്ലാതെ മുഖ്യമന്ത്രിയെ മോശം വാക്കുകൾ വിളിക്കാതിരിക്കാൻ അയാൾക്ക് കഴിയണം. അയാൾക്ക് ഇതൊരു പാഠമായിരിക്കണം. അതിനെ ന്യായീകരിച്ചുകൊണ്ട് കുറേ നേതാക്കൾ ഇപ്പോൾ പുറത്തു വരും. ഇങ്ങനെ ഒരു വലിയ സംഭവം ഉണ്ടായാലും വലിയൊരു നെറുകേട് കാണിച്ചാലും അതൊരു വാർത്തയാകുന്നു പോലുമില്ല, വലിയ രീതിയിൽ ഒരു ചർച്ച പോലും ആയില്ല. അതേസമയം പിണറായി വിജയനെ ആയിരുന്നു ഇങ്ങനെ ചെറ്റയെന്നൊരാൾ വിളിച്ചതെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ അയാളെ അറസ്റ്റ് ചെയ്തേനെ. അതാണ് വ്യത്യാസം. ഇതിപ്പോ VD സതീശൻ സർക്കാർ പരമാവധി ഒരു ഇളവ് എല്ലാവർക്കും കൊടുക്കും, എല്ലാവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഒരു പ്രാധാന്യം കൊടുക്കും, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ അനുവദിക്കും. അത് പക്ഷേ മുതലെടുക്കുകയാണ് പരമാവധി പേരും. ഇത്രേ ഉള്ളൂ എന്നുള്ള ഒരു ചിന്തയാണ്. പക്ഷേ കൃത്യമായ സ്ഥലങ്ങളിൽ എവിടെയൊക്കെ കൊടുക്കണമോ അവിടെയൊക്കെ കൊടുക്കാനും സർക്കാരിന് അറിയാം, ആഭ്യന്തര വകുപ്പിന് അറിയാം എന്നതിനുള്ള ഒരു ഉദാഹരണമാണ് ഈ അർജുൻ ആയങ്കി കൃത്യമായിട്ട് ഞായറാഴ്ച തന്നെ അറസ്റ്റിലായത്. നമ്മുടെ പോലീസ് സേനയൊക്കെ വളരെ മെച്ചപ്പെട്ട സേനയാണ്, അതിലൊന്നും ആർക്കും ഒരു സംശയവും വേണ്ട. പോലീസുകാരുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഈ ഡിവൈഎഫ്ഐക്കാരുടെ കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഇന്നലെ ആലപ്പുഴയിലും ഡിവൈഎഫ്ഐയുടെ ഒരു മാർച്ച് നടന്നു. ആ സമയത്ത് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അക്രമാസക്തരായപ്പോൾ അവരെ തടയാൻ വേണ്ടി ചെന്നു. തടയാൻ ചെന്നപ്പോൾ അവള് VD സതീശൻ പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ നേരെ വരുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ പോലീസുകാരിയെ അധിക്ഷേപിക്കുന്നത് കേട്ടു ഡിവൈഎഫ്ഐ പ്രവർത്തകർ. ഇതെല്ലാം ഇവർക്കൊരു തോന്നലുണ്ട്, ഞങ്ങൾക്ക് എന്ത് തോന്നിയാസം വേണമെങ്കിലും കാണിക്കാം. കാരണം തോന്നിയാസം കാണിക്കുന്ന ഒരു പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ആളാണല്ലോ ഞങ്ങൾ. എത്രയൊക്കെ തോന്നിയാസങ്ങൾ കാണിച്ചിട്ടും എത്ര നാൾ ജയിലിൽ കിടന്നിട്ടും ഇവരിതൊന്നും പഠിക്കുന്നില്ലെങ്കിൽ ഇവരെ പഠിപ്പിക്കാൻ തക്ക കനത്തിലുള്ള നിയമം ഇവിടെ വരണം. ആ തരത്തിലുള്ള ശിക്ഷ ഇവരൊക്കെ അനുഭവിക്കണം. ഏതായാലും ഈ വീഡിയോയിലൂടെ അർജുൻ ആയങ്കി അറസ്റ്റിലായതിൻ്റെ സമാധാനം, ആശ്വാസം കൂടി ഞാൻ പങ്കുവെക്കുകയാണ്. എത്ര ഉന്നത സ്വാധീനമുണ്ടെന്ന് കരുതുന്നവനാണെങ്കിലും, താൻ എത്ര വലിയ ആളാണെന്ന് കരുതുന്നവനാണെങ്കിലും, സ്വയം എന്തോ മറ്റവനാണെന്ന് വിചാരിക്കുന്നവനാണെങ്കിലും ഒരു നാൾ പിടിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിയമത്തെയും നമ്മുടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും നമ്മുടെ മന്ത്രിമാരെയും ഒന്നും വെല്ലുവിളിക്കാനും അവഹേളിക്കാനും ഒന്നും ആരും വളർന്നിട്ടില്ല. അതിന് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള പ്രതിഫലം അവരിൽ നിന്ന് കിട്ടിയിരിക്കും എന്നതിനുള്ള ഒരു ഉദാഹരണമാണ് അർജുൻ ആയങ്കി കേസ്. ഇയാളെ പിടികൂടി ഇയാൾക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ ഉറപ്പാക്കുകയും കൂടി ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് സമാധാനിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഇനിയും ഇയാളെയൊക്കെ തുറന്നു വിട്ടാൽ, ജാമ്യത്തിൽ ഇയാൾ ഇറങ്ങുകയാണെങ്കിൽ ഇതിനപ്പുറം ഇയാൾ പ്രഹസനങ്ങൾ കാണിച്ചു കൂട്ടും. അത് നമ്മളൊക്കെ കാണേണ്ടി വരും. പൊതുജനങ്ങളുടെ സമ്മർദ്ദമാണ് ഇവരൊക്കെ കാണിച്ചു കൂട്ടുന്നതിലൂടെ കൂടുന്നത്. അതുകൊണ്ട് ചെയ്യുന്ന കുറ്റത്തിന് ആനുപാതികമായിട്ടുള്ള ശിക്ഷ നടപ്പിലാക്കുന്ന കാര്യത്തിൽ നമ്മുടെ നിയമവ്യവസ്ഥ കുറച്ചുകൂടി ഗൗരവം കാണിക്കും, ജാഗ്രത കാണിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു.